സ്ലീഹാകാലം 3-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നല്ല സമരിയക്കാരൻ. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം എന്ന മുഖവുരയോടെയാണ് ഇന്നത്തെ പരിചിന്തനം ആരംഭിക്കുന്നത്. നിയമം പാലിക്കണം എന്നതായിരുന്നു ആദ്യ ഉത്തരം. ആ നിയമത്തിലെ നിയമം രണ്ടായി ചുരുക്കി കൊടുക്കുന്നു. ഒന്നാമതായി ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമതായി സഹോദരനെ സ്നേഹിക്കുക. സ്വർഗത്തിലേക്ക് പറന്നുയരാനുള്ള 2 ചിറകുകളാണിവ. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഞാനൊഴികെ എല്ലാവരും എനിക്ക് അയൽക്കാരനാകണം. മുമ്പൊക്കെ അയൽപ്പക്കങ്ങളൊക്കെ ഒന്നായിരുന്നു. നമ്മുടെ പറമ്പുകൾ തുറന്നു കിടക്കുന്നവയായിരുന്നു. നമ്മുടെ വീട്ടുമുറ്റം അയൽക്കാരന് യാത്രയിൽ എളുപ്പവഴിയായിരുന്നു. ഇന്നത് എല്ലാം മതിൽ കെട്ടി അടച്ചിരിക്കുന്നു. മനുഷ്യബന്ധങ്ങൾ തുരുത്തുകളായി തീർന്നിരിക്കുന്നു. ഓരോ മതിൽക്കെട്ടും അയൽക്കാരനോടുള്ള അവഗണനയാണ്. അതിർത്തികൾ മുഴുവൻ മതിൽ കെട്ടി അടച്ച രാജ്യങ്ങളുമുണ്ട്. അവിടെ എന്നിട്ട് ആർക്കെങ്കിലും സുരക്ഷിതത്വമുണ്ടോ? യുദ്ധങ്ങളും യാതനകളും കൊണ്ട് ആ നാട് എന്നും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഹിതനും ലേവായനും മറുവശത്തു കൂടെ കടന്നുപോയി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മുറിവേറ്റവനെ കണ്ടിട്ടും മനഃപൂർവ്വം അവഗണിച്ചു എന്നർത്ഥം. നമ്മുടെ വീട്ടുമുറ്റങ്ങളാകണം ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴി. കണ്ണു തുറന്നു നോക്കിയാൽ മുറിവേറ്റവരും ആലംബഹീനരും ദരിദ്രരും രോഗികളും അവഗണിക്കപ്പെട്ടവരും മാനം നഷ്ടപ്പെട്ടവരും ഒക്കെ നമ്മുടെ വീട്ടുമുറ്റമാകുന്ന ഈ വഴിയിൽ കാണാം. കണ്ണു പൊത്തി നിന്നാൽ നാം ഒന്നും അറിയുകയില്ല, കാണുകയില്ല. കണ്ടാലും ലേവായന്റെയും പുരോഹിതന്റെയും പോലെ മുഖം തിരിച്ച് മറുവശത്തുകൂടെ കടന്നു പോകാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ എല്ലാ ജീവജാലങ്ങളും പരസ്പരം എത്ര സൗമ്യതയോടെയായിരുന്നു ജീവിച്ചിരുന്നത്. കുഞ്ഞാടും സിംഹവും കളിക്കൂട്ടുകാരായിരുന്നു. തർക്കങ്ങളും വിതർക്കങ്ങളും ഇല്ലാത്ത കാലം. ആബേലിനെ കൊന്ന കായേലിന്റെ ശബ്ദമാണ് ആദ്യത്തെ തർക്കമായി ലോകത്തിൽ ഉയർന്നു കേട്ടത്. ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? എവിടെ തുടങ്ങുന്നു സ്പർദ്ധയുടെയും വൈരാഗ്യത്തിന്റെയും ചരിത്രം? ഇന്നത്തെ സുവിശേഷത്തിലെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞന്റെ സ്വരത്തിൽ കായേന്റെ ആക്രോശം പോലെ എല്ലാവരും എൻ്റെ അയൽക്കാരനല്ല എന്ന ഒരു ചുവയുണ്ട്. നിന്റെ അയൽക്കാരനാണ് നിന്റെ ശത്രു എന്ന സിദ്ധാന്തം ഉടലെടുത്തത് മനുഷ്യന്റെ ഇത്തരം ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കാം. ഉപമയിൽ അവസാനം കരുണയുടെ ആളുരൂപമായ ഒരാൾ അവിടെ വരുന്നു. ദൈവത്തിന്റെ രൂപമാണ് അയാൾക്ക്. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക എന്നാണ് യേശു പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അഭിമാനിച്ചിരുന്ന ഒരു വംശത്തിലെ സുപ്രധാന വ്യക്തികളായ ലേവായനും പുരോഹിതനും മുറിവേറ്റവനോട് കരുണയ്ക്ക് പകരം ക്രൂരമായി പെരുമാറുമ്പോൾ ദൈവത്തിന്റെ ശത്രുവെന്ന് പരിഗണിച്ചിരുന്ന ഒരു സമരിയക്കാരനെ കരുണയുള്ളവനായി യേശു ചിത്രീകരിക്കുന്നു. മുറിവേറ്റവനെ കണ്ടപ്പോൾ അവന്റെ മനസ്സലിഞ്ഞു. അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും എടുത്ത് മുറിവുകൾ വച്ചു കെട്ടി, കഴുതിയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചു. 2 ദനാറ കൊടുത്തു. കൂടുതലായി ആവശ്യമെങ്കിൽ വീണ്ടും കൊടുക്കാനും തയ്യാറായി. കരുണ ദൂർത്തടിക്കുന്ന ഈ സമരിയക്കാരന് യേശു ദൈവത്തിന്റെ മുഖം നൽകി. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞവൻ, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞവൻ, സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞവൻ, കുരിശിൽ കിടക്കുമ്പോഴും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒറ്റിക്കൊടുക്കാൻ വന്നവന് ആദ്യത്തെ അപ്പം വിളമ്പി. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചു. കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചവന് ചീറ്റിത്തെറിച്ച് ഹൃദയരക്തം കൊണ്ട് കാഴ്ച നൽകി. അങ്ങനെ ഉപമയിലെ നല്ല അയൽക്കാരന്റെ പൂർണ്ണചിത്രം യേശുവിൽ നിറവേറപ്പെട്ടു. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന പ്രാർത്ഥനയിൽ നിസ്വാർത്ഥ ജീവിതത്തിന്റെ പ്രതിധ്വനിയുണ്ട്. നിത്യജീവനിലേക്കുള്ള ചൂണ്ടുപലകയുണ്ട്. നിത്യജീവനും സ്വർഗത്തിനുമൊന്നും കമ്പോള നിലവാരമില്ലാത്ത കാലഘട്ടമാണിത്. പലർക്കും അതൊരു കെട്ടുകഥയാണ്. നന്മയുടെയും കരുണയുടെയും ജീവിതം ഒരു നഷ്ടക്കച്ചവടമാണ്. നന്മ ചെയ്യാതിരിക്കാൻ ലേവായനെ പോലെയും പുരോഹിതനെ പോലെയും നമുക്കുമേറെ ന്യായീകരണങ്ങളുമുണ്ട്. ദേവാലയത്തിലെ ഹോമബലിയും കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളും അവരുടെ ന്യായമായിരുന്നു. എന്നാൽ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന വചനം അവർ മറന്നുപോയി. നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ വഴിക്ക് വെച്ച്
നിന്റെ സഹോദരന് നിന്നോട് പിണക്കമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെടുക, തിരികെ വന്ന് ബലിയർപ്പിക്കുക എന്ന വചനം നാമും മറന്നോ? നിത്യജീവൻ അവകാശമാക്കാനുള്ള എല്ലാ വഴികളും മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്തിയ നീ, കൂടെ പോരും നിൻ ജീവിത ചേതികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഓരോ മനുഷ്യനും ഈ ലോക ജീവിതത്തോട് വിടവാങ്ങുമ്പോൾ നമ്മുടെ പരിചിന്തനത്തിന് വേണ്ടി വൈദികൻ വികാരനിർഭരായി പാടുന്ന ഗാനമാണിത്. നമ്മുടെ ഓരോ വ്യാപാരങ്ങളും നിത്യജീവൻ നേടിയെടുക്കാനുള്ളതായിരിക്കണമെന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ.